വർഷം 1996. എനിക്കന്ന് 22 വയസ്സ്. ആ സമയത്ത് ഈ കാണുന്ന ഫോറസ്റ്റ് അത് വലിയ കശുവണ്ടിത്തോട്ടമായിരുന്നു. 175 ഏക്കർ വരുന്ന 200ഓളം ഏക്കർ വരുന്ന കശുവണ്ടിത്തോട്ടം. അപ്പോൾ ആ കാണുന്ന കാര്യമായി കിടക്കുകയാണ്. കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു, മരങ്ങളൊക്കെ നശിച്ചുപോയി. ഇത് വീട് അപ്പു എന്ന് പറഞ്ഞ ആളുടെ വീടായിരുന്നു. ഞാനും എൻ്റെ പണിക്കാരും ഒക്കെ താമസിച്ച് കശുവണ്ടി ഇവിടെയായിരുന്നു സ്റ്റോക്ക് ചെയ്തിരുന്നത്. സ്റ്റോക്ക് ചെയ്തിട്ട് 3-4 ടണ്ണാവണ സമയത്ത് കൊണ്ട് ഉണക്കി കയറ്റി ലോഡ് കൊടുക്കും. വല്ലാത്തൊരു ഓർമ്മ കേൾക്കുന്ന കാലഘട്ടം. ഞങ്ങളിവിടെ 2 മാസത്തോളം 3 മാസത്തോളം ഉണ്ട് പണിക്കാർക്കൊക്കെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. വല്ലാത്ത ഓർമ്മകൾ. ദൈവമേ, എന്തൊരു മഹാഭാഗ്യം! ഈ വീട്ടിലേക്ക് 33 വർഷങ്ങൾക്ക് ശേഷം, 30 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത് ഭാഗ്യം. 96-ലായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടം. അന്ന് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന ഞങ്ങളൊക്കെ തവക്കളാന്ന് വിളിക്കുന്ന ഒരു 8 വയസ്സുകാരൻ പയ്യൻ, അവന് ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് പോയി ഒരു 4-5 വർഷത്തിന് ശേഷം അവൻ പുട്ടപ്പർത്തിയിൽ ചികിത്സയ്ക്ക് പോയി അവിടെ കിടന്ന് മരിച്ചു. അവൻ്റെ ചേട്ടൻ അനന്തൻ, ആ പയ്യനും ഇതേപോലെ ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. ആ പയ്യനും അതേപോലെ മരിച്ചു. ഒരു ഈസ്റ്ററിന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതും അവർക്ക് വിളമ്പി കൊടുക്കുന്നതും ഒക്കെ വല്ലാത്ത ഓർമ്മകളാണ്. ദൈവമേ, ദൈവം ഇത്രയും കാലം, ഈ 33 വർഷക്കാലം എനിക്ക് ആയുസ് തന്നല്ലോ. മഹാഭാഗ്യം. ഒരിക്കൽ കൂടി ഈ വീട് ഓർമ്മയൊന്നും പോകുന്നില്ല. കശുവണ്ടി സ്റ്റോക്ക് ചെയ്തിരുന്ന മുറിയാണത്. ആ മുറിയിലാണ് ഞാൻ കിടന്നിരുന്നത്. 10-15ഓളം വാച്ചർമാരൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് ഞങ്ങളുടെ കഞ്ഞിവെപ്പും ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ കുളിമുറിയുടെ ബേസ് അങ്ങനെ തന്നെ ഉണ്ട്. ഇതേപോലെ ചുറ്റും ഈ പട്ടയുടെ ഓലയും കൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ തുണി കൊണ്ട് മറച്ചിരിക്കുന്നു. ഇയാൾ ഇതിൻ്റെ ഉടമസ്ഥനായിരുന്നു. അപ്പുവേട്ടൻ ഒക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞു. പക്ഷെ പോകുന്ന വഴിക്ക് അന്നത്തെ പ്രവീണിൻ്റെ അനിയൻ പക്രുവിനെ കണ്ടു. ഇന്ന് പ്രവീണിനൊരു 10-15 വയസ്സുണ്ടാവും. പക്രുവിൻ്റെ ഒരു 5 വയസ്സ്. പക്രുവൊക്കെ വലിയ ചെക്കനായി കുട്ടികളായി കല്യാണം കഴിച്ചു. പ്രവീണിനെ കണ്ടില്ല. പ്രവീണിൻ്റെ അമ്മേനെയൊക്കെ കണ്ടു. പിന്നെ അവർക്കൊരു പെങ്ങളുണ്ടായിരുന്നു, നീര. അവർ നേപ്പാളുകാരായിരുന്നു. നേപ്പാളായിരുന്നു അവരുടെ അച്ഛൻ്റെ വീട്. അമ്മ ഇവിടുത്തുകാരി. അപ്പോൾ ഒരു പകുതി നേപ്പാളി ലുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. അറ്റത്ത് കാണുന്നതാണ് കശുവണ്ടിത്തോട്ടമായിരുന്നത്. കശുമാവൊക്കെ വെട്ടി പോയി, നശിച്ചു പോയി. 30 വർഷത്തോളമായില്ലേ. 30 വർഷത്തിൽ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ തോട്ടത്തിലുണ്ടാവുമായിരിക്കും. മൊത്തം 200ഓളം ഏക്കറായിരുന്നു.